എനിക്ക് ചില പരിഭവങ്ങളും പരാതികളും ഉണ്ട് സാർ. എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകളാണ് അംബിക. അതിലുപരി എന്റെ മാനസപുത്രൻ പ്രതാപന്റെ സഹോദരി. എന്താണ് അംബികയുടെ പരാതി? കേക്കട്ടെ. എന്റെ മനസ്സ് സാർ അറിയാതെ പോയി. എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് സാർ തിരക്കിയതുമില്ല. അംബിക എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറിനെ പലതും മനസ്സിലാവില്ല. അത് തന്നെ എന്റെ പരാതിയും. എന്റെ ആഗ്രഹം ഒരു രാഷ്ട്രീയക്കാരി ആകണമെന്നായിരുന്നു. എ വെൽ നോൺ പൊളിറ്റീഷ്യൻ. അതാണോ പരാതിയും പരിഭവവും? അതിനുള്ള കഴിവും ത്യാഗസന്നദ്ധയൊക്കെ ഉണ്ടെങ്കിൽ അംബികയ്ക്ക് ആവാമല്ലോ. ആയിക്കോ. മഹാദേവവർമ്മ സാറിന്റെ പിൻഗാമിയാവാനാ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ പിൻഗാമിയോ? എന്താ നീ പറയുന്നേ? ഈ നിയോജക മണ്ഡലത്തിൽ സാറ് സീറ്റ് തന്ന് എന്നെ മത്സരിപ്പിക്കുമെന്നും എന്നെ ജയിപ്പിക്കുമെന്നും ഞാൻ കരുതി. ജയിച്ച ഞാൻ മന്ത്രിയാവുമല്ലോ. എന്റെ ആ ആഗ്രഹമാ താങ്കൾ തല്ലിക്കെടുത്തിയത്. പകരം പ്രതാപൻ എല്ലാം അങ്ങ് കൊടുത്തു. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞേ? നിനക്ക് MLA മന്ത്രിയാവണമെന്നോ? പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത, മറ്റുള്ളവരോട് ഒരു കരുണയും കാണിക്കാത്ത നിനക്ക് നാട് ഭരിക്കണം അല്ലടി? പ്രതാപന്റെ പെങ്ങളായതുകൊണ്ടും എന്റെ സുഹൃത്തിന്റെ മകളായതുകൊണ്ടും ഞാൻ ക്ഷമിക്കുന്നു. Get out. നീ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നോടാ? നിന്നെ ഞാൻ കൊന്നിട്ട് ഈ മുറിന്ന് പുറത്തു പോവും. എന്താടാ മഹാദേവ, നിന്റെ കൈ അനങ്ങുന്നില്ലേ? ഇനി നിന്റെ നാക്കും ചലിക്കില്ല. തന്റെ സപ്ത നാടികളും ഇനി കുറച്ചു നേരത്തേക്ക് ചലിക്കില്ല. കൊല്ലുവെന്ന് പറഞ്ഞാ ഈ അംബികാവർമ്മ കൊല്ലുവടാ. കൊല്ലുവടാ. ജീവിച്ചിരുന്നപ്പോ ഇയാൾക്ക് എന്റെ നേരെ ഒരു വിരൽ അനക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാ ഇപ്പോ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടപ്പാക്കും. അകലേ നോവിനാലേ